അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള വെജ് മയോ ചീസ് സാൻഡ്വിച്ചാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇന്ന് നമുക്കെങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുക. ഈ മയോണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ച capsicum ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ച കാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റോ അല്ലെങ്കിൽ കോണ് ഇട്ട് കൊടുക്കുക. പുഴുങ്ങിയിട്ട് കോണ് പച്ചക്കറി അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. മയോണൈസിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. സാൻഡ്വിച്ചിന് വേണ്ടുന്ന ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ചിന് വേണ്ടി ഞാൻ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഭാഗം ബട്ടർ പുരട്ടി കൊടുക്കുക. പുരട്ടിയ ഭാഗം അടിഭാഗം വെക്കാം. ഇതുപോലെ മുഴുവനായിട്ടും നിറച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഒരു ചീസ് സ്ലൈസ് വെക്കാം. നിങ്ങൾക്ക് ഏത് ചീസും ഇടാം. മൊസറല്ല ചീസോ അല്ലെങ്കിൽ മറ്റേ കട്ട ചീസ് കിട്ടുന്നില്ല, അത് ചിരണ്ടിയിട്ടും ഇടാം. ഏത് വേണമെങ്കിലും ഇടാം. ഇതിൻ്റെ മേലെ വെക്കുക. നന്നായി അമർത്താൻ പാടില്ല, അതിൽ നിറച്ചതൊക്കെ പുറത്തേക്ക് വരും. ഇതിന് മേലെ അത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ചെറിയ തീയിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സാൻഡ്വിച്ച് കട്ട് ചെയ്തെടുക്കാം. നല്ല എല്ലാ സാൻഡ്വിച്ച് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.